നമസ്കാരം. ഗാസയിൽ പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി ആരംഭിച്ചിട്ട് 9 മാസം കഴിഞ്ഞു. വ്യോമാക്രമണത്തിലും ബോംബിങ്ങിലുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 39,000 പേർ കൊല്ലപ്പെട്ടു. ആശുപത്രികൾ, സ്കൂളുകൾ, പാർപ്പിടങ്ങൾ ഒന്നും തന്നെ ഇസ്രായേൽ ഒഴിവാക്കിയിട്ടില്ല. ഈ കടന്നാക്രമണത്തിനെതിരെ ലോകമെമ്പാടും ഉയരുന്ന പ്രതിഷേധത്തിൽ കോടിക്കണക്കിന് ആളുകളാണ് അണിചേരുന്നത്. ഇതിൽ വലിയ വിഭാഗം ജൂതരുമുണ്ട്. അവർ പറയുന്നത് ഇസ്രായേൽ യുദ്ധത്തിന് വിരാമമിടണമെന്നും ജൂത ജനതയുടെ പേരിൽ കൊടും ക്രൂരത ചെയ്യരുതെന്നുമാണ്. ഇന്ത്യയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും യുദ്ധത്തിന് എതിരെയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പ്രധാനമായും ഇടതുപക്ഷമാണ്. അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. കാരണം കോളനി മേധാവിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെയുള്ള ദേശീയ വിമോചന പ്രസ്ഥാനത്തിനാണ് പലസ്തീൻ ജനത നേതൃത്വം നൽകുന്നത്. സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടി 20-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഇന്നും തുടരുന്ന ദേശീയ വിമോചന പ്രസ്ഥാനമാണ് പലസ്തീൻ ജനതയുടെ. ആ പോരാട്ടം ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപ്രശ്നമേ അല്ല. അധിനിവേശത്തിനെതിരെ പലസ്തീൻ ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ മതപ്രശ്നമാക്കി ചിത്രീകരിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേൽ ഒരു കൊളോണിയൽ സെറ്റിലർ രാഷ്ട്രം കൂടിയാണ്. 1967 യുദ്ധത്തിലൂടെ പശ്ചിമതീരവും ഗാസയും കിഴക്കൻ ജെറുസലേമും കീഴ്പ്പെടുത്തി അവർ അതിർത്തി വിപുലമാക്കുകയും ചെയ്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ പലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ ജൂതരാഷ്ട്രത്തിനെതിരെയുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടമായി ചിത്രീകരിക്കപ്പെടുന്നത്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനവും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന മോദി സർക്കാരിന്റെ സമീപനവുമാണ് ഇതിന് പ്രധാന കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പ് 2023 ഒക്ടോബറിലാണ് ഇസ്രായേൽ ഗാസ ആക്രമണം തുടങ്ങിയത്. ഈ ഘട്ടത്തിൽ തന്നെ യുദ്ധത്തെ എതിർത്തും പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും CPM-ഉം LDF-ഉം പ്രചാരണം ആരംഭിച്ചിരുന്നു. അഖിലേന്ത്യാ പ്രചാരണത്തിന് ഇടതുപക്ഷം നൽകിയ ആഹ്വാനം പൂർണ്ണമായ ഗൗരവത്തിൽ തന്നെ കേരളത്തിൽ നടക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ LDF പൊതുപ്രചാരണത്തിന്റെ ഭാഗമായി ഇത് മാറുകയും ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രചാരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പല കോണുകളിൽ നിന്നും വിമർശനവും ഉയർന്നു. പലസ്തീൻ വിഷയം ഒരു മുസ്ലിം വിഷയമാണെന്നും മുസ്ലിം വോട്ട് കിട്ടാനാണ് CPM ഈ വിഷയം ഉയർത്തുന്നതെന്നുമാണ് ഈ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാരാംശം. CPIM-ന്റെയും LDF-ന്റെയും പ്രചാരണത്തെ മുസ്ലിം പ്രീണനമായാണ് BJP ഇതിനെ കണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സയ്യിദ് ശിഹാബ് തങ്ങൾ പോലും ഒരു മുഖാമുഖത്തിൽ പറഞ്ഞത് പലസ്തീൻ പോലുള്ള മുസ്ലിം വിഷയം ഉയർത്തി CPIM മുസ്ലിം ജനസാമാന്യത്തെ കബളിപ്പിക്കുകയാണെന്നാണ്. മുസ്ലിം തീവ്രവാദികളാണ് ജൂതരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്നതെന്ന വീക്ഷണം ഒരു വിഭാഗം ക്രൈസ്തവ സഭകളുടെയും കാര്യമായി സ്വാധീനിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ചില നിഗമനങ്ങളിൽ എത്താൻ കഴിയും. ഒന്നാമതായി, കേരളത്തിലെ എല്ലാ മതസമുദായത്തിലും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രൈസ്തവരിലും വർഗീയ വികാരം എങ്ങനെയാണ് വളരുന്നതെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയം മതപരമായ ഒന്നല്ലെന്ന് ആവർത്തിച്ച് വിശദീകരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനത 3/4 നൂറ്റാണ്ടായി തുടരുന്ന അധിനിവേശത്തിനെതിരായ പോരാട്ടമാണ് ഇതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ക്രൈസ്തവർക്കും ഇസ്രായേൽ ഒരു പേടി സ്വപ്നമാണ്. കാരണം അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീനിയൻ ക്രൈസ്തവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും അറിയേണ്ടതുണ്ട്. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ട 1948 മൊത്തം അറബ് പലസ്തീനിയൻ ജനസംഖ്യയുടെ 12% ക്രൈസ്തവരായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ കിഴക്കൻ ജെറുസലേമും ഗാസയും പശ്ചിമതീരവും ഉൾപ്പെട്ട പലസ്തീനിൽ മൊത്തം ജനസംഖ്യയുടെ 2% മാത്രമാണ് ക്രൈസ്തവരുള്ളത്. പുതുതായി രൂപം കൊണ്ട ഇസ്രായേലിൽ നിന്നും പലസ്തീൻ ജനതയെ പുറത്താക്കാൻ തുടങ്ങിയപ്പോൾ നിരവധി പലസ്തീൻ ക്രൈസ്തവർക്കും ഭൂമിയും പാർപ്പിടവും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പശ്ചിമതീരവും ഗാസയും ഇസ്രായേൽ അധിനിവേശത്തിലായപ്പോഴും ഇത് ആവർത്തിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഫലമായി പലസ്തീനിൽ അഭയാർത്ഥികളിൽ 10% ക്രൈസ്തവരായിരുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ ജൂതരാഷ്ട്രമായത് മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും അടിച്ചമർത്തലിനെ തുടർന്നാണെന്നുള്ളതാണ് ഒരു സത്യം. അത് ഒരുപാട് പണ്ഡിതന്മാരും എഴുത്തുകാരും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ജെറുസലേമിന്റെ ഹൃദയം ജൂതമതം മാത്രമാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇസ്രായേലികളുടെ പ്രധാന ലക്ഷ്യം. ജൂതമത കേന്ദ്രങ്ങൾ കണ്ടെത്താനായി ഇസ്രായേൽ അധികൃതർ വ്യാപകമായ ഖനനവും നടത്തിയിരുന്നു. എന്നാൽ ഖനനം നടത്തി കണ്ടെത്തിയ ക്രൈസ്തവ സന്യാസി മഠങ്ങളാകട്ടെ അവർ നശിപ്പിക്കുകയും ചെയ്തു. ഗാസയ്ക്കെതിരെ ഭയാനകമായ യുദ്ധത്തിനിടയിലും അവിടുത്തെ ചെറു ന്യൂനപക്ഷമായ ക്രൈസ്തവരെ ഇസ്രായേൽ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്.
വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു കാര്യം, ഹമാസ് പ്രധാന ശക്തിയായി മാറുന്നതിന് പിന്നിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ഇസ്രായേൽ അധികൃതർ തന്നെയായിരുന്നെന്ന കാര്യമാണ്. മതനിരപേക്ഷ പ്രസ്ഥാനമായ പലസ്തീൻ വിമോചന സംഘടനയെ തളർത്താനാണ് അവർ ഈ സംഘടനയെ ഉപയോഗിച്ചത്. അതിനുശേഷം നാം കാണുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും അതിനെതിരായ ജൂത വലതുപക്ഷ തീവ്രവാദത്തിന്റെയും കുതിപ്പാണ്. ജൂത തീവ്രവാദത്തെ നിയന്ത്രിക്കുന്നതാകട്ടെ നെതന്യാഹു സർക്കാരും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ വർഗീയ കണ്ണിലൂടെ കാണുന്നതിനെ എതിർക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇസ്രായേൽ അധിനിവേശത്തിൽ പലസ്തീൻ ജനത, അവർ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒരുപോലെ ദുരിതമനുഭവിക്കുകയാണ്. ഇതിന് കാരണം മേഖലയിൽ അറബ് മതനിരപേക്ഷ ദേശീയ ശക്തികൾക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാവൽക്കാരനാണ് ഇസ്രായേൽ എന്നതുകൊണ്ട് മാത്രമാണ്. ലോക സാഹചര്യങ്ങളിൽ വന്ന മാറ്റവും ഇതിന് കൂടുതൽ കനം വയ്പ്പിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ മതപരമായ സ്വത്വവാദ ശക്തികൾ മുഖ്യധാരയിലേക്ക് കടന്നു എന്നുള്ളത്. അമേരിക്കയുടെ സഖ്യശക്തികളായ അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും ഷെയ്ഖുമാരും പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങളെ ചതിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൂല ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന പലസ്തീൻ ജനതയുടെ ധൈര്യത്തെയും മനക്കരുത്തിനെയും വിലമതിക്കാതിരിക്കാനാകില്ല. കേരളത്തിലെ ജനങ്ങൾ, അവർ ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരായാലും പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പമാണ് അണിചേരേണ്ടത്.